ഫോട്ടോയിൽ കാണുന്നത് ഗ്രേസി അമ്മച്ചി. ഇത് ഗ്രേസി അമ്മച്ചിയുടെ സൽപുത്രൻ മാനുവൽ. ഗ്രേസി അമ്മച്ചിക്ക് അൽഷിമേഴ്സ് എന്നാണ് മാനുവൽ നാട്ടിലെല്ലാം പറഞ്ഞു വരുത്തിയത്. ബേക്കറിയൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണ് ഇതെന്നുള്ളത്. ബാക്കി ഇവരുടെ കുടുംബകാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇഫ് യു നോ യു നോ. സോ എന്താണ് അൽഷിമേഴ്സ്? ആദ്യം തന്നെ ഇതിന്റെ ഉച്ചാരണം എന്നുള്ളത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാരും തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. ചില ആൾക്കാർ ഇതിനെ അൽഷിമേഴ്സ് എന്നും, ചില ആൾക്കാർ ഇതിനെ അൽഷിമേഴ്സ് എന്നും, ചില ആൾക്കാർ ഇതിനെ അൾസിമേഴ്സ് എന്നും, മറ്റു ചിലർ അൽസിമേഴ്സ് എന്നും ഒക്കെയാണ് ഇതിനെ ഉച്ചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉച്ചാരണം എന്നുള്ളത് അൾസൈമേഴ്സ് ഡിസീസ്. ജർമ്മൻ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അലോയ്സ് അൾസൈമർ ആണ് ഈ ഒരു കണ്ടീഷനെ കുറിച്ച് ആദ്യമായി പഠിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡിസീസിന് അൾസൈമേഴ്സ് ഡിസീസ് എന്ന് പേര് വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അൾസൈമേഴ്സ് ഡിസീസ്? ഇതൊരു പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. തലച്ചോറിന്റെ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥ. അത് കാരണം ഒരു വ്യക്തിയിൽ ഡിമെൻഷ്യ ഉണ്ടാകുന്നു, ചിന്തിക്കാൻ പ്രശ്നം ഉണ്ടാകുക, ഓർമ്മ നശിക്കുക, ബോഡി മൂവ്മെന്റ്സിനെ പ്രതികൂലമായി ബാധിക്കുക, എന്തിന് ഡെയിലി ആക്ടിവിറ്റീസ് പോലും സ്വയം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുക. ഈ കണ്ടീഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ എന്നുള്ളത്. അൾസൈമേഴ്സ് രോഗികളിൽ ഡിമെൻഷ്യ റിലേറ്റഡ് സൈക്കോസിസ് കൂടി കാണപ്പെടാറുണ്ട്. ഈ ഡിസീസ് പ്രോഗ്രസ് ആകുന്ന സമയത്ത് പലപ്പോഴും MRI സ്കാനിൽ രോഗികളിൽ ബ്രെയിൻ അട്രോഫി കാണപ്പെടാറുണ്ട്. അതായത് സെറിബ്രൽ അട്രോഫി, ബ്രെയിനിലെ കോശങ്ങൾ നശിച്ചു പോവുകയും ബ്രെയിൻ ഷ്രിങ്ക് ആകുകയും, അതായത് ബ്രെയിൻ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. തുടക്കത്തിൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആയിരിക്കും ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, ഇവരോട് ഇന്ന് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ ഇവർക്ക് അത് ഓർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് അത് ലോങ് ടേം മെമ്മറി ലോസിലേക്ക് പോകും. വീട്ടിലുള്ള ആൾക്കാരുടെ പേര് മറന്നു പോകുക, എന്തിന് സ്വന്തം പേര് വരെ മറന്നു പോകും.